കള്ളാടിയിൽ വീണ്ടും മഴ ശക്തിപ്പെടുകയാണ്. മഴ കനത്തതോടെ അടിയന്തരമായി തോട്ടിലെ പരിശോധന അവസാനിപ്പിച്ച് കയറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുധിഷ ധർമ്മനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുധിഷ, നേരത്തെ ഈ ആകാശ ദൃശ്യങ്ങളിൽ തന്നെ വലിയ കൂനയായി മണ്ണിപ്പോഴും അവിടെയുള്ളതും മഴ തുടരുന്നതും ഒക്കെ ആശങ്കയായിരുന്നു. ഇപ്പോൾ തോട്ടിലെ തെരച്ചിലാണോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്? എന്താണ് സ്ഥലത്തെ സ്ഥിതി? നിലവിൽ ഈ ദിവസങ്ങളിൽ മഴ തുടരുന്നതുകൊണ്ട് തന്നെ ഈ മീനാക്ഷിപ്പുഴയിൽ നല്ല കുത്തൊഴുക്കാണ്. നിറയെ പാറക്കെട്ടുകളുള്ള പുഴയുടെ ഭാഗമാണ് ഇത്. മാത്രവുമല്ല, ഈ മണ്ണ് ഇടിഞ്ഞ് മൺകൂനയായി ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിൽക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മഴ പെയ്യുമ്പോൾ അത് കുത്തി ഒലിച്ച് ഈ പുഴയിലേക്ക് ഇറങ്ങുന്നുമുണ്ട്. മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായപ്പോഴാണ് രക്ഷാപ്രവർത്തകർ ചേർന്ന് വടം കെട്ടി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വടം കെട്ടിക്കൊണ്ട് ഈ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നത്. വടം കെട്ടിക്കൊണ്ട് ഈ സൈഡിലുള്ള മരങ്ങളും ഒപ്പം ഈ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പള്ളിയൊക്കെ ഇടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ പുഴയുടെ ഭാഗത്തേക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മരത്തിനിടയിലും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലും ഈ ഭീമൻ ഭിത്തികൾക്കിടയിലും ഒക്കെ തന്നെ പരിശോധന നടത്തുന്നതിനുള്ള ശ്രമമായിരുന്നു ആരംഭിച്ചത്. അവിടെ എവിടെയെങ്കിലും തന്നെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കൂടി ഫയർഫോഴ്സ് ഉൾപ്പെടെ നീങ്ങിയത്. കുത്തൊഴുക്കിലും വടം കെട്ടിക്കൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിസാഹസികമായ അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുകയായിരുന്നു. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാതായി മഴ വീണ്ടും ശക്തിയാർജിക്കാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്. ഒരുപക്ഷെ മലയോര മേഖലയാണ്, ഒരുപക്ഷെ കനത്ത മലവെള്ളപ്പാച്ചിലൊക്കെ വരികയാണെങ്കിൽ ഈ തിരച്ചിലിനെ അത് പ്രതികൂലമായി ബാധിക്കാനോ അപകട സാധ്യതയിലേക്ക് ഒക്കെ തന്നെ പോകാം. മാത്രവുമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മണ്ണ് കൂടുതലായി ഒഴിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി മഴ ഒന്ന് ശമിക്കുന്നത് വരെ ഈ തോട്ടിലെ പരിശോധനയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നിമ്മി, ശരി, സുധിഷയാണ് വിവരങ്ങൾ നൽകി.